പൊതുവെ പാലാടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേരള കോൺഗ്രസ് മണ്ഡലമാണ്. പിന്നെ ജോസ് കെ മാണിയുടെ ഇത് നിഷ്പക്ഷമായിട്ടാണ് ജോസ് കെ മാണി ജയിച്ച് അവിടെ ചെല്ലുന്നതുകൊണ്ടാണ് നമുക്കൊരു ഉപകാരം അതായിട്ടുള്ളത്. പിന്നെ കേരള കോൺഗ്രസ് സംബന്ധിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ തൊട്ട് പരിസരത്ത് തന്നെ കാണും ഒരു കേരള കോൺഗ്രസ്സുകാരൻ. ഈ കേരള കോൺഗ്രസ്സുകാരനെ കൊണ്ട് നമുക്ക് അത്യാവശ്യം ഏത് പാർട്ടി, ഇപ്പൊ ഞാൻ കേരള കോൺഗ്രസ്സുകാരനല്ല എങ്കിലും നമുക്ക് കേരള കോൺഗ്രസ്സുകാരാണ് നമുക്കൊരു വിളിപ്പുറത്തുള്ളത്. ഇപ്പൊ മാനസികാപ്പിനെ ബന്ധപ്പെടണമെന്നുണ്ട് ആ പാർട്ടിയിൽ ഒരു 15 പേര് തികച്ചില്ല. അവർ ജയിക്കണം എന്നാലും ശരി. ഈ ഭരണം എന്ന് പറയുന്നത് ഇപ്പം 10 വർഷം അടുപ്പിച്ച് വെച്ചില്ല ഇവര്. ഇന്ന് മാറി നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാശം ഇപ്പൊ പിണറായി വിജയൻ നിൽക്കുന്നുണ്ട്. പുള്ളി ഇപ്പൊ 82 വയസ്സ് കഴിഞ്ഞില്ല പുള്ളിക്ക്. അപ്പൊ 82 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇനി പുള്ളിയുടെ ആഗ്രഹം, ഇനി പുള്ളി നിൽക്കുന്ന പ്ലാൻ ചെയ്യുന്ന ഇനിയും പുള്ളിക്ക് മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞോണ്ടാ. അത് പാടില്ല. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനം മാത്രം ഒന്ന് നോക്കിയാൽ മതിയല്ലോ. പിന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന നേരത്തെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ടാവും. അത് മാത്രം മതി. ഇലക്ഷൻ വിശേഷങ്ങൾ ആര് ജയിക്കും ഇത്തവണ? പാലായിൽ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണിയാണ് അർഹതപ്പെട്ടത്. ജോസ് കെ മാണി ചെയ്യണമെന്ന്. കാരണം ഇപ്പം സാധാരണ പാലക്കാർക്ക് ഉള്ള ഒരു ദിവസം ഒരു പ്രാവശ്യം വീട്ടിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞൊരു ഇത് വെച്ചു. പിന്നെ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് പുള്ളി നിറഞ്ഞ രീതിയിൽ പാലായിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മാനസികാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ചെയ്തിട്ടും ഈ കോൺഗ്രസ് UDFന്റേതാണെന്ന് പറഞ്ഞാൽ UDFന്റേതായെന്ന ഒരു പബ്ലിക്കായിട്ട് പുള്ളിക്ക് അങ്ങ് പറയാനൊരു മടി പോലെ. പിന്നെ പൊതുവെ പാലാടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേരള കോൺഗ്രസ് മണ്ഡലമാണ്. പിന്നെ ജോസ് കെ മാണിയുടെ ഇത് നിഷ്പക്ഷമായിട്ടാണ് ജോസ് കെ മാണി ജയിച്ച് അവിടെ ചെല്ലുന്നതുകൊണ്ടാണ് നമുക്കൊരു ഉപകാരം അതായിട്ടുള്ളത്. പിന്നെ കേരള കോൺഗ്രസ് സംബന്ധിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ തൊട്ട് പരിസരത്ത് തന്നെ കാണും ഒരു കേരള കോൺഗ്രസ്സുകാരൻ. ഈ കേരള കോൺഗ്രസ്സുകാരനെ കൊണ്ട് നമുക്ക് അത്യാവശ്യം ഏത് പാർട്ടി, ഇപ്പൊ ഞാൻ കേരള കോൺഗ്രസ്സുകാരനല്ല എങ്കിലും നമുക്ക് കേരള കോൺഗ്രസ്സുകാരാണ് നമുക്കൊരു വിളിപ്പുറത്തുള്ളത്. ഇപ്പൊ മാനസികാപ്പിനെ ബന്ധപ്പെടണമെന്നുണ്ട് ആ പാർട്ടിയിൽ ഒരു 15 പേര് തികച്ചില്ല. അപ്പം ഇതിനകത്ത് പിന്നെ കോൺഗ്രസ്സുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അങ്ങ് എന്നാവേ എന്നാ പറയുന്നത്. ഇപ്പം കോൺഗ്രസ്സുകാരെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. മാനസികാപ്പന്റെ പാർട്ടിക്കാരെ നോക്കണം, പൊടി പോലും കാണാനില്ല. അതേസമയം ഒരു കേരള കോൺഗ്രസ്സുകാരുടെ ഇതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലവിൽ LDFിലെ സാഹചര്യം വെച്ചാണല്ലോ ഒരു CPM-കാരോട് പറഞ്ഞാലോ ഇപ്പം CPI-യോട് പറഞ്ഞാലോ അതായത് കേരള കോൺഗ്രസ്സുകാരാണെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ട്. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും. കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിയാണ്. പിന്നെ ഇത് പറഞ്ഞാൽ ജോസ് കെ മാണി ജയിച്ചു കഴിഞ്ഞ് LDFന് ഭരണം കിട്ടിയില്ല, UDFനാണെന്നുണ്ടെങ്കിൽ അപ്പുറം തിരിച്ച് UDFിലേക്ക് വരാനും ഒരു ചാൻസ് ഉണ്ട്. ജോസ് കെ മാണി UDFിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം UDFന്റെ ഇതിൽ കിട്ടാനും ഒരു സാധ്യതയുണ്ട്. അപ്പൊ എന്തുകൊണ്ടും പാലായ്ക്ക് നല്ലത് ജോസ് കെ മാണി ജയിക്കും. ഇതിൽ വലിയൊരു വിശദീകരണം വേറെ ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും ജോസ് കെ മാണി എന്നാണ് ചേട്ടൻ പറയുന്നത്. ബാക്കിയുള്ളവരോട് കൂടെ ചോദിച്ചു നോക്കാം. ഞാൻ പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരൻ, അതുകൊണ്ട് മാനസികാപ്പൻ ജയിക്കുമെന്ന് ഞാൻ പറയും. അവര് ജയിക്കണം എന്നാലും ശരി. ഈ ഭരണം എന്ന് പറയുന്നത് ഇപ്പം 10 വർഷം അടുപ്പിച്ച് വെച്ചില്ല ഇവര്. ഇന്ന് മാറി നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാശം ഇപ്പൊ പിണറായി വിജയൻ നിൽക്കുന്നുണ്ട്. പുള്ളി ഇപ്പൊ 82 വയസ്സ് കഴിഞ്ഞില്ല പുള്ളിക്ക്. അപ്പൊ 82 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇനി പുള്ളിയുടെ ആഗ്രഹം, ഇനി പുള്ളി നിൽക്കുന്ന പ്ലാൻ ചെയ്യുന്ന ഇനിയും പുള്ളിക്ക് മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞോണ്ടാ. അത് പാടില്ല. ഇത്ര പ്രായമായില്ല, പുള്ളി മാറി നിൽക്കണം. ഇപ്പം ഇവര് തന്നെ പറയുന്നുണ്ട് ഈ 70 വയസ്സ് കഴിഞ്ഞവരെ നിർത്താൻ പാടില്ലെന്നാണ്. ഇപ്പൊ 82 വയസ്സുള്ള ആള് നിൽക്കുന്നു അതിനകത്ത്. അപ്പൊ പുള്ളിക്ക് ഇനി അടുത്ത ഭരണം കിട്ടിയാലും അടുത്ത പ്രാവശ്യം പുള്ളിക്ക് മുഖ്യമന്ത്രി ആകണം. അത് പാടില്ല. പുള്ളി പ്രായമായില്ലേ, മുത്തച്ഛനൊക്കെ ഇനി വീട്ടിലിരിക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. അതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അവർക്ക് ചെയ്യുള്ളൂ. അപ്പം ഞാൻ കോൺഗ്രസ്സുകാരായിരിക്കുമ്പം എനിക്ക് ഇടതുപക്ഷം വരണമെന്ന് ഞാൻ പറയുമല്ലോ. UDF വരണം, മാറ്റമല്ലോ. ഇനി 5 വർഷം അവര് ഭരിക്കട്ടെ. 5 വർഷം ഭരിച്ചല്ലേ ഇവിടെ പാലയില് ഭരിച്ചു. പാലയിൽ ഇപ്പം ഞങ്ങൾ മുനിസിപ്പാലിറ്റി പിടിച്ചിട്ടുണ്ട്. പാലാ മുനിസിപ്പാലിറ്റി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറെ പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കണക്കൂട്ട് നോക്കുമ്പം മാനസികാപ്പം ജയിക്കണം. പിന്നെ ഷോൺ കയറി വന്നിട്ടുണ്ട് ഇടയ്ക്ക്, അതുകൊണ്ട് ടൈറ്റ് ആയിരിക്കും. അതെ, ഷോൺ ഭീഷണിയാവും. ഷോൺ പിടിക്കുന്ന വോട്ടിൽ ഷോൺ 6 വോട്ട് പിടിക്കുന്നോ അവര് നോക്കും. അതാണ് ഇപ്പത്തെ നിലപാട്. ഇതിലിപ്പോ ഏറ്റവും അവസാനത്തിലേക്കായി. അതിനിടയ്ക്ക് ഈസ്റ്ററിന്റെ തിരക്കുകളും ബഹളങ്ങളും കടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പാലയിലെ ഒരു അവസ്ഥ? പാലായിൽ തവണ ജോസ് കെ മാണി നല്ല ഭൂരിപക്ഷത്തിൽ എത്ര ഉറപ്പ്? ജോസ് കെ മാണിയുടെ വികസനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സിറ്റിംഗ് MLA സിറ്റിംഗ് എംഎൽഎ എന്റെ കാഴ്ചപ്പാടിൽ അധികം ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ജോസ് കെ മാണി ചെയ്തതായിട്ട് എനിക്ക് അറിയത്തുള്ളൂ. എന്തൊക്കെയാ അറിവുള്ള BMWC റോഡ്, IIT വലൂര്, പിന്നെ അതുപോലെ റിഫൈൻ സിറ്റി കുറവളങ്ങാട്, അങ്ങനെ ഒരു എടുത്തു പറഞ്ഞ പ്രവർത്തനങ്ങൾ ജോസ് കെ മാണി ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഉറപ്പിന്റെ ഭാഗം? അതായത് LDF തന്നെ വരണം, ജോസ് കെ മാണി തന്നെ വരണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനം മാത്രം ഒന്ന് നോക്കിയാൽ മതിയല്ലോ. പിന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന നേരത്തെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ടാവും. അത് മാത്രം മതി. പാലക്കാർക്ക് ഒപ്പം അദ്ദേഹം ഉണ്ടാവും എന്നുള്ളതാണ് ഉറപ്പ്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ്? പിതാവ്
വന്ന വഴിയിലൂടെ തന്നെയാണ് മകനും വരുന്നത്. പിതാവ് ചെയ്തിരിക്കുന്ന ആ അതേ പാതയിലൂടെ തന്നെ വർക്കുകൾ ചെയ്യുന്നു. എല്ലാവർക്കും വളരെ താല്പര്യത്തോടു കൂടിയാണ് ജോസ് കെ മാണിയെ കാണുന്നതും മാണിസാറിനെ കാണുന്നത്. ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവുണ്ട്. ഇത്രയും നാളും കഴിഞ്ഞ ഒരു 5 വർഷക്കാലം വികസന മുരടിപ്പ് നമ്മുടെ ഒരു മാണി സി കാപ്പൻ എന്നൊരു MLA നമുക്കിവിടെ ഉണ്ടായിരുന്നു. പാലായുടെ വികസന മുരടിപ്പ് നമ്മൾ കാണുകയുണ്ടായി. ആ വികസന മുരടിപ്പിൽ നിന്ന് ഒരു വികസന കുതിപ്പാണ് നമ്മുടെ എല്ലാ ലക്ഷ്യം. അപ്പോൾ ആ കുതിപ്പിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടും നമ്മുടെ LDF-ന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീ ജോസ് കെ മാണി ജയിച്ചു വരേണ്ടതുണ്ട്. അതെന്താ അങ്ങനെ തോന്നാൻ? അതങ്ങനെയാണ്. ജനത്തിന്റെ ജയിക്കുന്നുള്ള ഉറപ്പാണ് ഈ പ്രാവശ്യം. പുള്ളിനെ ഇഷ്ടമാണോ? പുള്ളി ഇഷ്ടമാണ്. നമ്മൾ പുള്ളിയുടെ പാർട്ടിക്കാരനാണ്. ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാകാനുള്ള കാരണം എന്താ? അത് കാരണം നമ്മളൊരു ജനത്തിന്റെ ആൾക്കാരല്ലേ, അതിന്റെ ഒരു കാരണം. ഇത്തവണ പുള്ളി വരുന്ന പുള്ളി വരുന്ന ഉറപ്പാണ്, 100% ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് നല്ല ചൂടാണ്, നല്ല ചൂടിലാണ്. അപ്പൊ ഈ ചൂടിന്റെ ഇടയിൽ പാലയുടെ ചൂട് കുറച്ച് കൂടുതലാണെന്ന് പാലായിൽ ചൂട് കൂടുതലാണ്. 3 പ്രബല ആളുകളാണ് മത്സരത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് നാടിന് കുറച്ചുകൂടി നല്ലത്. അതെന്താ അങ്ങനെ പറയാ? അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങള് നമുക്ക് തെളിയിക്കപ്പെടാവുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട്. ഈ സയൻസ് സിറ്റി ആണേലും IIIT ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്നുള്ള നിലയിലുള്ള ചില പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഈ സിറ്റിംഗ് MLA-യോടാണല്ലോ പോരാട്ടം. സിറ്റിംഗ് MLA-യോടാണ് പോരാട്ടം. അപ്പൊ ആ ഒരു മത്സരം എങ്ങനെയായിരിക്കും? സിറ്റിംഗ് MLA-യോടുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് MLA ആദ്യത്തെ 2.5 വർഷക്കാലത്ത് സിറ്റിംഗ് MLA-യുടെ പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കപ്പെടാവുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ അദ്ദേഹം മുന്നണി മാറുകയും പക്ഷെ പിന്നെയുള്ളതെല്ലാം തന്നെ മറ്റൊരാളെ പഴിചാരുന്ന ഒരു രീതിയിലേക്കാണ് മാറിയത്. അപ്പൊ പാലക്കാർക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നോ? പാലക്കാർക്ക് കുറെ വാഗ്ദാനങ്ങൾ കിട്ടിയിരുന്നു, പക്ഷെ ഒന്നും പ്രാബല്യമായില്ല. അപ്പൊ അതൊക്കെ മാറ്റിമറിക്കാൻ ഇനി ആര് വരും? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോസ് കെ മാണി വിജയിച്ചാൽ തീർച്ചയായും നാടിന് ഗുണകരമാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളൊക്കെ IIIT ആണെങ്കിൽ തന്നെ അത് വലവൂരെന്നുള്ള ഗ്രാമം ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരിക എന്ന് പറയുന്നത് നമുക്കതിന്റെ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നാൽ നാട്ടിൽ എത്രയേറെ മാറ്റം വരുമെന്ന് നേരിട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണേലും ഇവിടെ ഏതാണ്ട് 25ഓളം കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് 850ഓളം കുട്ടികളും 100-150ഓളം അധ്യാപകരും പുറത്ത് താമസിക്കുന്നുണ്ട്. അത് തന്നെ ഒരു നാട്ടിൽ വരുന്ന മാറ്റം നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. ഇനിയും കോളേജ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം IT പാർക്ക് ഉണ്ടാവും എന്ന് പറയുന്നു. ഇതൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ പാലായിലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി ഇപ്പം തന്നെ പാല അറിയപ്പെടുന്ന സ്ഥലമാണ്. കാരണം മാണി സാറിന്റെ പ്രവർത്തനം കൊണ്ട് വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. ഇനിയും അതുണ്ടാവും എന്ന് വിശ്വസിക്കാം. 10 കൊല്ലം മുമ്പത്തെ കാര്യം ഓർപ്പിക്കല്ലേ? അത് ഓർക്കാനേ വയ്യേ? അന്ന് ഓർക്കാൻ മതി. അത് ഓർക്കാൻ സഹിക്കത്തില്ല. ജോസ് കെ മാണി അതുകൊണ്ട് ജയിക്കും. പുള്ളി വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? പുരോഗതി ഉണ്ടാവും, എല്ലാവർക്കും പുരോഗതി ഉണ്ടാവും. അപ്പൊ ഇപ്പൊ പുരോഗതി പോയിട്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ലെന്നാണോ? സംഭവിക്കുന്നില്ലെന്നുള്ളതല്ല, പാലായിക്കൊന്നും കിട്ടുന്നില്ല. പാലായിക്ക് വല്ല ഗുണം കിട്ടണമെങ്കിൽ ഇയാൾ കാരണം. അപ്പൊ ഇത്തവണ ജോസ് കെ മാണി തന്നെ? തീർച്ചയായിട്ടും. മനുഷ്യർക്ക് വിവരം ഉണ്ടെങ്കിൽ ചെയ്യും. മനുഷ്യർക്ക് വിവരം ഉണ്ടെങ്കിൽ ചെയ്യും. പാലക്കാർക്ക് വിവരമുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടാകണമല്ലോ. അപ്പൊ ഒരു തിരിച്ചുവരവുണ്ടെന്ന് ഉറപ്പിച്ചോ? ഉറപ്പാ.